Hello everyone, it's me Savitha Charles from Poothirans. നമ്മൾ ഇന്ന് കാണുന്നതും പോളിക്കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. ഇതെല്ലാം നമ്മൾ രണ്ട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു പോളിക്കോട്ടൺ ഫാബ്രിക് വെച്ചിട്ട്. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇത് വന്നിരിക്കുന്നത് 41 ഇഞ്ച് വിഡ്ത്തിലാണ്. അതുപോലെ പ്രൈസ് വന്നിരിക്കുന്നത് 79 rupees per മീറ്ററിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കുറച്ചൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന പോലത്തെ പ്രിന്റും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അതുപോലെ ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും ഞങ്ങൾ എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അപ്പോൾ എല്ലാം തന്നെ ഒരു ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. പോളിക്കോട്ടൺ എന്ന് പറയുമ്പോൾ 65% എന്താ പറയുക കോട്ടനും 35% പോളിസ്റ്ററുമാണ്. അപ്പം നമുക്ക് നോക്കാം. എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്. ഒരു ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിന്റാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിനകത്താണ്. നേവി ബ്ലൂവിനകത്ത് തന്നെ വൈറ്റ് കളറിലുള്ള പ്രിന്റാണ് പോയിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾക്ക് ലൈനിങ് ഇട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. 41 ഇഞ്ച് വിഡ്ത്തിലാണ്. 79 rupees per മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിന്റെ തന്നെ വേറെ 3 കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ്. കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബർഗണ്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറിലാണ്. അത് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. എല്ലാം തന്നെ ഇങ്ങനെയാണ്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിസൈൻ വരുന്നത് എല്ലാം പ്രിന്റ് എല്ലാം സെയിം. ഈ ഒരു പ്രിന്റിന് തന്നെ 4 കളറാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 79 rupees per മീറ്ററിലാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്രൈറ്റ് റെഡ് കളറിലാണ്. നല്ല ഭംഗിയുള്ള റെഡ് കളറിലാണ് നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത്. ഇതിന്റെ ഡിസൈൻ പോകുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺസ് പോകുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു മെഹന്തി യെല്ലോ ഷെയ്ഡിലാണ്. ഈ ഒരു ഡിസൈനിന്റെ തന്നെ ലാസ്റ്റ് കളറാണ് നമ്മളിപ്പോൾ കാണുന്നത്. മെഹന്തി യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്. എല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഫാബ്രിക്കിന്റെ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. ഈ ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ ക്ലിയർ ആകും. ഇനി നമ്മൾ കാണുന്നത് വേറൊരു പ്രിന്റാണ്. പോളിക്കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള വേറൊരു പ്രിന്റാണ്. ഇതൊക്കെ നമുക്ക് പ്യുവർ കോട്ടണിലുള്ള പ്രിന്റിന്റെ അതിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ കുറച്ച് പ്രിന്റുകളാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ആക്കിയിട്ടൊന്ന് നോക്കാം. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഗ്രീൻ കളറിൽ വൈറ്റ് കളറിലുള്ള പ്രിന്റാണ് പോയിരിക്കുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ അതിന്റെ പ്രിന്റ് നിങ്ങൾക്ക് മനസ്സിലാകും. 79 rupees 41 ഇഞ്ച് വിഡ്ത്തിലാണ്. പോളിക്കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇപ്പോൾ കണ്ട പ്രിന്റിൽ തന്നെ ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ്. ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം തന്നെ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ പ്രിന്റ് പോകുന്നത്. നെക്സ്റ്റ് വൺ ആ ഒരു പ്രിന്റിൽ തന്നെ റെഡ് കളറിൽ വന്നിട്ടുള്ളതാണ്. എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കാനായിട്ടാണ്. ഇതിങ്ങനെയാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത്, പ്രിന്റ് വരുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ റെഡ് കളറിലാണ്, ചില്ലി റെഡ് എന്ന് പറയില്ലേ, ആ ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഡിസൈനിന്റെ തന്നെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് മെഹന്തി യെല്ലോ കളറിലാണ്. ഇതും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. ഞാൻ ഇതെല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് വെച്ച് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. ഇനി നമ്മൾ കാണുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയി വന്നിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ. അതായത് ഒരു കളറിന്റെ 2 പ്രിന്റ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്കത് ടോപ്പും ബോട്ടവും ആയിട്ടോ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളേനെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലോസ് വ്യൂല് കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്യുവർ ജയ്പൂർ കോട്ടണിൽ ഇങ്ങനത്തെ പ്രിന്റുകളൊക്കെ വന്നിരുന്നു. അതിന്റെ തന്നെ ഒരു പ്രിന്റ് എല്ലാം സെയിം ആണ്. ഫാബ്രിക് ആണ് ചേഞ്ച് വന്നിട്ടുള്ളത്. 41 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 79 rupees per മീറ്ററിലുള്ള പോളി കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ കാണുന്നത്. മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് പറഞ്ഞല്ലോ. ക്ലോസ് ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഞാനിത് മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് പറഞ്ഞത്. രണ്ടും 2 പ്രിന്റ് ആണ്. ടോപ്പും ബോട്ടവുമായിട്ടോ അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഫാബ്രിക്കിന്റെ ഡിസൈൻ പ്രിന്റ് ഇതിനകത്ത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. പോളിക്കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത്. ഡിജിറ്റൽ പ്രിന്റ് ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഈ കണ്ടതിന്റെ തന്നെ വേറെ പ്രിന്റ് കളേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഈ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കണ്ടില്ലേ, അതിന്റെ തന്നെ വേറെ കളേഴ്സ് ആണ്. പിങ്ക് കളറിലുള്ള ആ സെയിം പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ഇതിലും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തന്നെ വേറൊരു പ്രിന്റും കൂടെ അവൈലബിൾ ആണ്. ആദ്യം കണ്ടതുപോലെ ഇത് രണ്ടും കൂടി ടോപ്പ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഞാനിത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. ഇങ്ങനെയായിരിക്കും കേട്ടോ അത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. അപ്പം നമ്മൾ കണ്ടതിന് തന്നെ ഒരു ബ്ലൂ കളറിലുള്ളതാണ്. സെയിം തന്നെ, ഡിസൈനൊക്കെ സെയിം തന്നെ, കളറിന് മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഓരോന്ന് ഓപ്പൺ ആക്കുന്നത് ഒരാൾക്ക് പിങ്ക് ഇഷ്ടമാണെങ്കിൽ വേറെ ഒരാൾക്ക് ബ്ലൂ ആയിരിക്കുമല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പം എല്ലാം വെച്ച് കാണിക്കുമ്പോഴല്ലേ നമ്മളത് വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാം തന്നെ ഓപ്പൺ ആക്കി ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പറയുന്നത്. 41 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 41 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 79 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാവുന്ന പോലെ ഉള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ കണ്ട 2 ഡിസൈൻ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. ലാസ്റ്റ് കളർ എന്നൊക്കെ വന്നിരിക്കുന്നത് ഒരു റോയൽ ബ്ലൂ എന്ന് പറയില്ലേ, ആ ഒരു കളറിലാണ്. സെയിം പ്രിന്റ് തന്നെയാണ്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഈ കളറിൽ തന്നെ മറ്റേ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ആ ഒരു പ്രിന്റും കൂടെ അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ ഒരു ആൽഫാബറ്റിക് പ്രിന്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രിന്റിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളായിരുന്നു. ഇത് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഒരു കമ്പൽസറിയും ഇല്ല കേട്ടോ ടോപ്പും ബോട്ടവുമായിട്ട് എടുക്കണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. 41 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 79 റുപ്പീസ് പെർ മീറ്ററിലുള്ള പോളി കോട്ടൺ റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മളിന്ന് കണ്ടത്. നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ കുർത്തി സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ അല്ലെങ്കിൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ ആയിട്ടും യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഫാബ്രിക്കാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്.
നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40x40 ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ഓപ്ഷൻ കൂടെ തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothirans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8 ഉണ്ട്, 8:30 ഉണ്ട്, 9 ഉണ്ട്, 9:30 ഉണ്ട്, 10 ഉണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.